നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മളെ പുറകിലേക്ക് വലിക്കുന്ന ഒരു വിശ്വാസമാണ് ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയുന്നത്. നമ്മളുടെ വർക്കിൽ ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കാത്തത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില നെഗറ്റീവ് വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങളാണ് ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയുന്നത്. ആ ലിമിറ്റിംഗ് ബിലീഫ് ഉള്ളിടത്തോളം കാലം നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ലിമിറ്റിംഗ് ബിലീഫ് എന്ന്, എങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുക എന്ന് പറയാം. നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് തോന്നാറുണ്ട്, ഞാൻ അധികം ഗുഡല്ല, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഞാനിത് ഡിസേർവ് ചെയ്യുന്നില്ല, ഇത് ഞാൻ അർഹനല്ല, ഇത്രയും നന്നായിട്ട് എൻ്റെ സൗന്ദര്യം ഇതിൽ പോരാ എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു ടോക്കുണ്ട്, ഒരു വിശ്വാസമുണ്ട്. എന്നെക്കൊണ്ട് ഇത്രയും നന്നായി ചെയ്യാൻ സാധിക്കില്ല. ഒരു വർക്ക് ചെയ്യാൻ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വർക്ക് ചെയ്യാൻ ഏൽപ്പിക്കുകയാണ്, എന്നെക്കൊണ്ട് ഇത് ഇത്രയും ചെയ്യാൻ സാധിക്കില്ല, ഞാനതിന് പോരാ, അല്ലെങ്കിൽ ഞാനതിന് അർഹനല്ല എന്നൊക്കെയുള്ള ചില വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കും. അത് നമ്മളുടെ ലക്ഷ്യങ്ങളിലേക്ക്, ഒരു ലക്ഷ്യം നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ പിൻവലിക്കുന്ന ചില വിശ്വാസങ്ങളാണിതെല്ലാം. ഞാൻ ഗുഡല്ല, ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ല, എനിക്ക് സൗന്ദര്യം പോരാ എന്നൊക്കെ, ഞാൻ അവരെ പോലെ അല്ല, അവർ നന്നായി പറയും, ഞാൻ അത്ര പോരാ എന്നൊക്കെ തോന്നുന്ന നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ചില വിശ്വാസങ്ങളാണ്. ഈ വിശ്വാസങ്ങളെ നമ്മൾ എടുത്തു മാറ്റിയാലാണ് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ സാധിക്കുക. എങ്ങനെയാണ് ഈ വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നതെന്നറിയാവോ? ചെറുപ്പകാലങ്ങളിൽ നമുക്കുണ്ടായ ചില എക്സ്പീരിയൻസ് നമ്മൾക്ക് ഈ ബിലീഫ് ഉണ്ടാക്കുന്നതിന് ഒരു കാരണമാണ്. എന്ന് വെച്ചാൽ, ഇപ്പോൾ ചെറുപ്പത്തിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടി ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ, ഒരു പാട്ട് പാടാൻ പോവുകയാണെന്ന് ഇരിക്കാം. ഉടനെ നമ്മൾ ആ കുട്ടിയോട്, നീ പാട്ട് പാടി അത്ര കൊള്ളത്തില്ല, നീ പാടണ്ട, അയാൾ പാടട്ടെ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ അറിയാതെ കുട്ടികളോട് നമ്മൾ പറയും. പക്ഷെ ആ കേൾക്കുന്ന ആ കുട്ടിയുടെ മാനസികാവസ്ഥയിൽ എന്താവും? ആ കുട്ടിക്ക് എന്താ തോന്നുക? ഞാൻ പാടാൻ കൊള്ളത്തില്ല, എൻ്റെ സ്വരം അല്ലെങ്കിൽ നല്ലതല്ല എന്നൊരു ഫീൽ നമ്മൾ ചിലപ്പോൾ അറിയാതെ ആയിരിക്കാം പാരൻസ് പറയുന്നത്. പാരൻസോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആര് വേണമെങ്കിലും പറയുമ്പോൾ ആ കുട്ടിയുടെ ഉള്ളിൽ കിടക്കുന്ന ഞാൻ അത്ര കൊള്ളില്ല അല്ലെങ്കിൽ നീ ഭംഗിയില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ചില വാക്കുകൾ അറിയാതെ പറയുന്നത് അവരുടെ ഉപബോധ മനസ്സിൽ കയറി അതൊരു ബിലീഫ് സിസ്റ്റമായിട്ട് മാറണം, ഒരു വിശ്വാസമായിട്ട് മാറണം. ആ അങ്ങനെയുള്ളൊരു വിശ്വാസം എന്ത് സംഭവിക്കും? അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകുമ്പോൾ ഒരു വലുതാവുമ്പോൾ ആ കുട്ടിയുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ഈ വിശ്വാസങ്ങളായിരിക്കും പിൻവലിക്കുക. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല. ഉള്ളിൽ കിടക്കുന്ന ഞാൻ ഗുഡല്ല, ഞാൻ നന്നായി പാട്ട് പാടില്ല, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് സംസാരിക്കില്ല എന്നുള്ള ഈ വിശ്വാസക്കുറവ് ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം ആ കുട്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തേക്ക് വരാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഫിയർ ഓഫ് ഫെയിലിയർ, എന്തിലെങ്കിലും ഒരു തോറ്റു എന്ന് വിചാരിക്കാം. എന്തിലെങ്കിലും ഇപ്പോൾ ഒരു ചെറുപ്പത്തിൽ നടന്നിട്ടുള്ള എന്തിലെങ്കിലും ഒന്ന് പരാജയപ്പെട്ടിട്ടുണ്ടാവാം. ഒരു കോമ്പറ്റീഷന്, ഇപ്പോൾ ഒരു ഡാൻസ് കോമ്പറ്റീഷന് പോയി, അതിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ ആ പരാജയം ആ കുട്ടിയുടെ ഉള്ളിൽ കിടക്കുന്നിടത്ത് പിന്നെ ഒരു വലിയൊരു സ്റ്റേജ് കിട്ടിയാൽ പോലും ആ കുട്ടിക്ക് അത് പെർഫോം ചെയ്യണം. ഞാൻ പരാജയപ്പെടുമോ എന്നുള്ള, ഞാൻ ചെയ്താൽ അത്ര പോരാ, അല്ലെങ്കിൽ ഞാൻ അത്ര നല്ലൊരു ഡാൻസർ അല്ല എന്ന് ആ കുട്ടിയുടെ ഉള്ളിൽ തന്നെ ഈ ഒരു ഫീൽ ഇങ്ങനെ ജനറേറ്റ് ചെയ്യും. ഇങ്ങനെ ആ ഒരു കിടക്കുന്നത് ഒരു ലിമിറ്റിംഗ് ബിലീഫാണ്. ഇങ്ങനൊരു വിശ്വാസം ഉള്ളിൽ കിടക്കണം, ഞാൻ നന്നായി ഡാൻസ് കളിക്കത്തില്ല, ഞാൻ പോരാ, മറ്റുള്ള കുട്ടികളെ അപേക്ഷിക്കുമ്പോൾ ഞാൻ കുറവാണ് എന്ന് തോന്നുന്ന ഈ ഉള്ളിൽ കിടക്കുന്ന ഫീലുണ്ടല്ലോ, ഈ ഫീലാണ് അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് പുറകിലേക്ക് വലിക്കുന്നത്. ഇത് അതുപോലെ നമ്മളെ ജഡ്ജ് ചെയ്തിട്ടുണ്ടാവാം. പാരൻസോ റിലേറ്റീവ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ജഡ്ജ് ചെയ്തിട്ടാവും. ഇങ്ങനെ നീ നല്ലതല്ല എന്ന് ഇങ്ങനെ സ്ഥാപിച്ച് പറഞ്ഞ് ഇങ്ങനെ ചില വാക്കുകൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. ഇത് എടുത്തു മാറ്റണം, ഇത് തിരിച്ചറിയണം. എന്താണ് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ വിശ്വാസം? ഇത് തിരിച്ചറിഞ്ഞ് മുന്നിലേക്ക് വരാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ഗോൾസുകൾ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുക. ഞാൻ ഗുഡാണ് എന്ന് ആ ഉള്ളിൽ ആ കുട്ടി തിരിച്ചറിയണം. ഞാൻ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ നെഗറ്റീവ് ഇമോഷൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് ഫീലിങ്സ്, വിശ്വാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ലക്ഷ്യങ്ങൾ പെട്ടെന്ന് സാധിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ ഈ പറയാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ഗോൾസിലേക്ക് എത്താൻ ഏറ്റവും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. കാരണം ഈ ഉള്ളിൽ കിടക്കുന്ന ഈ ബിലീഫിനെ മാറ്റാൻ കഴിയണം. എല്ലാവരും ഇന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ ഉള്ളിൽ എന്താണ് കുറവ്,
നമ്മുടെ ഉള്ളിൽ നമ്മളെ പുറകിലേക്ക് വലിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.